ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടാണ് കാണിക്കുന്നത്. മഴ ഗംഭീരമായിട്ടുണ്ടാവുമ്പോൾ ഒരു പച്ചക്കറി നമുക്ക് ഉണ്ടാവില്ല. കാരണം അധികം മഴ അല്ലാണ്ട് കുറച്ച് വെയിലൊക്കെ വേണം. അത്യാവശ്യത്തിന് മാത്രമേ വെള്ളം പച്ചക്കറിക്ക് വേണ്ടൂ. അതേമാതിരി കേട് അധികം ഇല്ലാതെ ഇരിക്കണമെന്ന് വെച്ചാൽ വെയിലും ചെറുതായിട്ട് മഴയും കൂടിയിട്ടാവുമ്പോഴാണ് ഏതൊരു കായും നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ മണ്ണുത്തി പോയിട്ട് ഒരു പാക്കറ്റ് നമ്മൾ കുമ്പളങ്ങ വിത്ത് കൊണ്ടുവന്നിട്ട് 4 എണ്ണം ആണ് നമുക്കതിൽ ഉണ്ടായത്. അതിൽ ഒരെണ്ണത്തിലാണ് നന്നായിട്ട് കായ ഉണ്ടായി. ഒരെണ്ണം പോലും നമുക്ക് നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് മതി നമ്മുടെ ഫാമിലിക്ക് മൊത്തം. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് കായ പറിക്കാൻ പോവാണ്. പന്തലിനെക്കാട്ടിലും നല്ലത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറ്റിയാൽ നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ കായകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പറിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നല്ല ഡേഞ്ചറാണ്. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ നല്ലൊരു പന്തലോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പടർന്നിട്ട് ഉണ്ടാവുകയാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം. അപ്പോൾ അത് കാരണം എല്ലാവരും നന്നായിട്ട് പന്തൽ തന്നെ ഇട്ടാൽ മതി. പൊട്ടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പോലും അറിയണം കേട്ടോ. കായ ഉണ്ടായാൽ മാത്രം പോരാ, അത് എത്ര കഷ്ടപ്പാടിലാണ് പൊട്ടിക്കുന്നതെന്ന് നോക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഷീറ്റ് ഇട്ടതിൻ്റെ മുകളിൽ ഒരു ജാലി മാതിരത്തെ ഈ സംഭവം വെച്ചു അതിൻ്റെ മുകളിൽ കൂടെ കയറ്റിയതാണ്. ഒരുപാട് മൂത്തെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല. അത് എന്താ കുമ്പളങ്ങ പോയിട്ട് എന്താ കമ്പളങ്ങയൊക്കെ ആവും തോന്നുന്നു. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് 3 എണ്ണമാണ്. ഇനി അപ്പുറത്ത് കൂടെ ഇനി ബാക്കിയുള്ളത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ പൂലെന്നൊക്കെ പറയും, ആദ്യത്തെ കുമ്പളങ്ങ പൊട്ടിച്ചത്. ഇനി ഇതെല്ലാം ബാംഗ്ലൂർക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ശബരിമലയ്ക്ക് പോയി വന്നുവിടുമ്പോൾ ബാംഗ്ലൂർക്ക് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ കൂടെ ഈ കുമ്പളങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല കറിയൊക്കെ വെച്ച് മുളകൂശിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കഴിക്കാനുള്ള കുമ്പളങ്ങകളാണ്. ഇവൻ കുറച്ച് വലുതായി കൂടുതൽ തടിയാനായിട്ടുണ്ട് എന്നെപ്പോലെ. സാരില്ല, എന്നാലും നന്നായിരിക്കും. ഒരു 4-5 പ്രാവശ്യമൊക്കെ കറി വയ്ക്കാനുള്ള ആണ്. നമ്മുടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 30 കിലോ മഞ്ഞൾപ്പൊടി നമ്മൾ വിറ്റു. ഇപ്പോൾ അതേ ചെറുതായിട്ട് ഗാർഡനിൻ്റെ സ്പേസിൻ്റെ സ്ഥലത്ത് തന്നെ മുളച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ വേവിച്ചിട്ട് ഉണക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കാലം നമ്മുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണക്കി പൊടിപ്പിച്ചതാണെങ്കിൽ കേടില്ലാണ്ട് നമുക്ക് ഉണ്ടാവാൻ പറ്റും. ഒരെണ്ണം മതി. ഒരു പയറുണ്ടായാൽ നമ്മുടെ അത്യാവശ്യത്തിന് ഇപ്പോൾ 1-2 ആളുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ ഇത് മതി. പക്ഷേ മയിലിൻ്റെ നല്ല ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുളക് കണ്ട ഈ കുറച്ച് ഉണ്ടാവൽ കുറഞ്ഞു. അപ്പോൾ അതേ മുളകും തൈയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഒരു നെല്ലി ഏറ്റവും നല്ലതാണ് വീട്ടിൽ. ഒട്ട് നെല്ലിയാണ് നമ്മൾ ബെഡ് ചെയ്ത നെല്ലിയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ വേഗം നെല്ലി ഉണ്ടാവും. പിന്നെ അതേ മുളകും തൈയൊക്കെ വെച്ചു. പിന്നെ ഇതേ അമര അധികം വേണ്ടാത്ര, ഒരു തൈ ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരിയാവും. പിന്നെ ഇതൊരു മത്തം, ഇതൊക്കെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് മുളക് തൈയാണ്. അപ്പോൾ അടുത്ത ഇനി വിനാഗിരി ഇട്ടിട്ട് മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം മുളക് തൈ. അപ്പോൾ തൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വെയിലധികം കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മൂടി വയ്ക്കുക. അവർ നല്ല ഹെൽത്തിയായി വേരോട് കൂടി ചേർന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവരെ നമ്മൾ മാറ്റുക. നേരിട്ടിട്ട് വെയിൽ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നെറ്റ് കൊണ്ടാണ് നമ്മൾ പന്തലുണ്ടാക്കിയത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് എല്ലാ പച്ചക്കറിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇഞ്ചി, ഇതുപോലെ ഇഞ്ചിയൊക്കെ ഉണ്ടാക്കുക. ഏതൊരു പച്ചക്കറി, ഇത് നമ്മുടെ 4 വർഷം കഴിഞ്ഞ ഒരു മുളകും തൈയാണ്. അപ്പോൾ ഇപ്പോഴും പാവം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇനി അത് എത്ര ഉണ്ടാവും എന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൈകളൊക്കെ വെച്ച് കിടക്കുന്നത്. അങ്ങനെ അടിപൊളി ഒരു പച്ചക്കറി കൃഷിയും നമുക്ക് ഇവരെ നോക്കുമ്പോൾ ഓരോ ദിവസം അവർ പൂക്കളൊക്കെ തരുമ്പോൾ പിന്നെ കായ തരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാവും. പിന്നെ മനസ്സിന് നല്ല ഒരു എന്താ പറയുക പീസ്ഫുള്ളാണ്. നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മുടെ കൃഷിയിൽ കായ ഉണ്ടാവണം, അത് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്. പിന്നെ വിശ്വാസത്തോട് കഴിക്കാം. ഒരു കെമിക്കലായിട്ട് വളമൊന്നും ചേർക്കാണ്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. രോഗങ്ങളുണ്ടാവില്ല.
പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ലീഫും നമുക്ക് കഴിക്കാം. അപ്പോൾ കത്തി ഉപയോഗിക്കാണ്ട് ചിക്കി ഇങ്ങനെ കൈകൊണ്ട് തന്നെ പിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ആവി കയറ്റുക. പിന്നെ ചൂനിമുളക് കീറിയിടുക, ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മേ കൊണ്ടാന്ന് പറയും. അങ്ങനെ അത്ര നല്ലതാണ്. അപ്പോൾ ലീഫ് ഉപയോഗിക്കാം, പിന്നെ ഇതിൽ കായ ഉപയോഗിക്കാം, പിന്നെ സന്തോഷം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഗൈസ് ഇതുപോലെ പച്ചക്കറിയും തോട്ടം എത്ര സ്ഥലമാണെങ്കിലും ആ സ്ഥലത്തിലൊക്കെ ഓരോന്നൊക്കെ നട്ട് വളർത്തി പിന്നെ പ്രകൃതിനെ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുക. കാരണം വെച്ചാൽ ഈ പാവങ്ങളൊക്കെ പൊല്യൂഷൻ വേസ്റ്റ് ഉള്ളതൊക്കെ ഇവർ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പം ചെടികൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ പുറത്തേക്ക് വിടും. അപ്പോൾ നല്ല ശുദ്ധവായു നമുക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് കുറേ പച്ചക്കറി ചെടികൾ, ഇല ചെടികൾ ഇതുപോലെയൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ഗായ്സ്.